ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെയൊക്കെ വീടുകളിലുള്ള AC എങ്ങനെ സ്വന്തമായി നമുക്ക് ക്ലീൻ ചെയ്യാം എന്നാണ് ഇന്ന് കാണിക്കുന്നത്. നമുക്കറിയാം, AC ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു കംപ്ലൈൻ്റാണ് അത് കൃത്യമായി തണുപ്പ് ലഭിക്കുന്നില്ല, കൂളിംഗ് കറക്റ്റ് ആവുന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിൻ്റെ സർവീസ് കൺസൾട്ടൻറ്റുമായി ഒക്കെ ബന്ധപ്പെടുമ്പോൾ അവർ വീട്ടിൽ വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നമ്മളിത് ക്ലീൻ ചെയ്യുന്നതിന് പല ചാർജ് വാങ്ങുന്ന ആളുകളുണ്ട്. 1000 മുതൽ 500 ഒക്കെ പല രീതിയിൽ ചാർജ് വാങ്ങുന്ന ആളുകളുണ്ട്. എന്നാൽ 1, 2, 3 ചെറിയ സ്റ്റെപ്പുകളിലൂടെ നമുക്ക് തന്നെ സ്വന്തമായി ഇത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത്തരം അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ മുഴുവനായി കാണുക. വളരെ സിമ്പിളായ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ AC ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 1 ലിറ്റർ ഇൻവെർട്ടർ AC ആണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് AC ആയാലും അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലൊരു ഭാഗം നമുക്ക് കാണാം. അവിടെ ഏതെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ട് ഭാഗത്തും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ഓപ്പൺ ആക്കാൻ കഴിയും. അങ്ങനെ ആ മുകളിൽ കാണുന്ന ലിഡ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ ആ പ്രസ് ചെയ്ത ഭാഗം ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്കത് ഉയർത്തി വെക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ ശ്രദ്ധിച്ച് നമ്മളത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ആ സമയത്ത് നമുക്ക് 2 ഗ്രീൻ കളറിലുള്ള 2 ഫിൽറ്ററുകൾ കാണാം. ഇതാണ് എയർ ഫിൽറ്റർ. ഇവിടെ ഏകദേശം കുറച്ച് മുമ്പ് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ട് കാര്യമായി പൊടികളൊന്നുമില്ല. സാധാരണയായി ഇതിൽ നിറയെ പൊടികളായിരിക്കും ഉണ്ടാവുക. അത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് വളരെ സാവധാനം ശ്രദ്ധിച്ച് എടുക്കുക. വളരെ നൈസായ ഒരു നെറ്റാണത്, അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് നമ്മളത് കൈകാര്യം ചെയ്യണം. ഇങ്ങനെ ഈ 2 നെറ്റും നമ്മൾ സാവധാനം പ്രസ് ചെയ്ത് കൊടുത്ത് ഊരിയെടുക്കുക. ഇതിൽ സാധാരണയായി ഇഷ്ടം പോലെ പൊടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പൊടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് കാര്യമായ തണുപ്പൊന്നും നമുക്ക് കിട്ടാത്തത്. അത് നമ്മളൊരു ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ വാട്ടർ കൊണ്ട് നമ്മളൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. വളരെ നൈസായ ഒരു മെറ്റീരിയലാണ്. അത് വാഷ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മളത് ഉണക്കിയിട്ട് വേണം നമ്മളതിൽ ഫിറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷ് എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അങ്ങനെ ഇതിലെ പൊടികളൊക്കെ നമ്മൾ കളഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും അതിലേക്ക് തന്നെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇത് ഞാൻ ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തതുകൊണ്ടാണ് ഇത്ര ക്ലീൻ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ വളരെയധികം പൊടി ഉണ്ടാവും. അത് നേരത്തെ എടുത്തതുപോലെ തന്നെ വളരെ ശ്രദ്ധാപൂർവം ആ ഒരു സ്ഥലത്തേക്ക് തന്നെ വളരെ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വെക്കുക. അതിനുശേഷം ആ ക്ലിപ്പൊക്കെ കറക്റ്റാക്കി ചെയ്യുക. അതുപോലെ 2 ഭാഗത്തേതും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതുപോലെ 2 ഭാഗം കറക്റ്റായിട്ട് നമ്മൾ അതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വാക്വം ക്ലീനർ ഉപയോഗിച്ചും ഇത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നേരത്തെ ഓപ്പൺ ആക്കിയ ഭാഗം വളരെ ശ്രദ്ധിച്ച് നമ്മളത് അടച്ചു കൊടുക്കുക. ഇനി നമ്മൾ AC ഏകദേശം ക്ലീനിങ് കഴിഞ്ഞു. ഇത് ഇത്ര തന്നെയാണ് നമ്മൾ സർവീസിന് ആളെ വിളിച്ചാലും അവരും ചെയ്യുന്നത്. ഇതിന് അവർ നല്ല എമൗണ്ടാണ് ഈടാക്കുന്നത്. അവരുടെ കയ്യിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാക്വം ക്ലീനറൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കുറച്ചുകൂടി അതൊരു പ്രൊഫഷണൽ ലുക്ക് നമുക്ക് അവർ പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ AC ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല ക്ലിയർ ആയിട്ടുള്ള തണുപ്പ് ലഭിക്കും. ഇപ്പോൾ നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്തത് കൊണ്ടാണ് ഇന്ന് വല്ലാതെ അധികമായി പൊടികളൊന്നും കാണാതിരുന്നത്. സാധാരണയായി ഇങ്ങനെ ക്ലീൻ ചെയ്യാത്ത ഒരു AC ആണെങ്കിൽ നിറയെ പൊടികളുണ്ടാവും. ഇത് ഏകദേശം ഓരോ മാസവും നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ അറിവ് എല്ലാവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലെത്താം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.